ഇതിൻ്റെ അക്കൗണ്ടിലെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞാനൊരു പോസ്റ്റ് തുടങ്ങുമ്പോൾ എന്നെക്കുറിച്ച് എന്തായാലും ഒരു ഇൻട്രൊഡക്ഷൻ വേണമെന്ന് കരുതി. അപ്പോൾ എന്തായാലും ഞാൻ എന്നെക്കുറിച്ച് പറയാം. ഞാനൊരു പ്രവാസിയാണ് ആക്ച്വലി. 2013 ഹോട്ടൽ മാനേജ്മെൻറ്റ് പൂർത്തിയാക്കി 1 വർഷം നാട്ടിൽ പണിയെടുത്തിട്ട് ഇവിടെ നിന്ന് കൂട്ടിയെ കൂടില്ലല്ലോ എന്നർത്ഥവും ബോധവുമായി പണം കായ്ക്കുന്ന വരെയുള്ള ഗൾഫിലേക്കുള്ള ജോലി അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ 1 വർഷം നാട്ടിൽ പണിയെടുത്തിട്ട് 2014 നവംബറിൽ ഞാൻ സൗദിയിൽ എത്തപ്പെട്ടു. വളരെ സ്ട്രഗിളുള്ള ദിവസങ്ങളായിരുന്നു അത്. ഏതൊരു പ്രവാസിയും പോലെ അന്നേക്ക് ഒരു ഫാമിലി ഡിപ്പെൻഡൻ്റ് ആയിരുന്ന ഞാൻ ഒരുപാട് ഹോപ്പ് സിക്നസ് അനുഭവിക്കപ്പെട്ടു. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾസിനിടയിലും കുടുംബത്തെ ഒരു കാര്യം എത്തിക്കണമല്ലോ എന്നൊരു ചിന്തയിൽ എല്ലാം കടിച്ചു നിർത്തി കാലം മുന്നോട്ട് പോയി. ഞാനിവിടെ ഉള്ളതുകൊണ്ട് കുടുംബത്തിൻ്റെ സ്ഥിതി പതിയെ മെച്ചപ്പെട്ടു തുടങ്ങി. പുതിയ വീട് വെച്ചു, പഴയ വീട് പൊളിച്ചിട്ടാണ് പുതിയ വീട് വെച്ചത്. പിന്നെ എന്നാൽ കഴിയുന്ന പോലെ കുടുംബത്തെ സഹായിക്കാനും എനിക്ക് കഴിഞ്ഞു. അങ്ങനെ ഞാൻ 2019 വിവാഹത്തിന് 29 വയസ്സിലാണ് ഞാൻ എൻ്റെ വിവാഹം കഴിച്ചത്. വീട്ടുകാർ കണ്ടെത്തിയ ഒരു വിവാഹമായിരുന്നു. എൻ്റെ വൈഫിൻ്റെ പേര് അഷിക. ചെറിയ പ്രായത്തിലെ ജീവിതം കരപറ്റിക്കുക എന്ന ഓട്ടത്തിൽ പ്രേമിക്കാനോ കൂട്ടുകാരോട് സമയം ചെലവഴിക്കാനോ എന്നെക്കൊണ്ട് കഴിഞ്ഞില്ല. പിന്നെ അവരെ നിലനിർത്താനോ എന്നെക്കൊണ്ട് കഴിഞ്ഞില്ല. അതിന് എനിക്ക് റിഗ്രറ്റ് ഉണ്ടെങ്കിലും എനിക്ക് കിട്ടിയത് നല്ലൊരു പാർട്ണറാണ്. എനിക്ക് ചേർന്നൊരു പാർട്ണർ. 2020 ഞങ്ങൾക്കൊരു കുഞ്ഞിക്കാൽ പറഞ്ഞു. ഞങ്ങളുടെ ആദ്യം ഞങ്ങൾ വീട്ടിൽ വിളിക്കും. അതിനിടയിൽ ഞാൻ 2 തവണ ഫാമിലിയെ സൗദിക്ക് കൊണ്ടുവന്നു. പലപ്പോഴും ഞാൻ നാട്ടിലും പോയി വന്നു. എനിക്ക് ഏതൊരു പ്രവാസിയും പോലെ ഒരു വീട് എന്ന ആഗ്രഹം ഞങ്ങൾക്കുണ്ടായി. അങ്ങനെ 2026 ഞങ്ങളുടെ വീടിൻ്റെ പാലുകാഴ്ച കഴിഞ്ഞു. 2 സന്തോഷം ഒരുമിച്ച് വന്ന പോലെ 2026 തന്നെ ഞങ്ങൾക്കൊരു മോള് പിറന്നു. എൻ്റെ മോളെ പേര് അരുവി. പീലി എന്ന് വീട്ടിൽ വിളിക്കും. ഇപ്പോൾ എൻ്റെ പ്രവാസം 13 വർഷം പിന്നിടും. ആദ്യം 1ാം ക്ലാസ്സിൽ പഠിക്കും. ഞാനിപ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മാനേജറായി വർക്ക് ചെയ്യുന്നു. ജീവിതം അങ്ങനെ പോകുന്നു. ഇപ്പോഴത്തെ ആഗ്രഹം പെട്ടെന്നൊന്ന് സെറ്റാക്കി വീട്ടിൽ കുടുംബത്തോടൊപ്പം ജീവിക്കുക എന്നതാണ്. ആരോടും പരിഭവമില്ല, എല്ലാവരോടും സ്നേഹം. പിന്നെ എന്നെ ഇത്രയും സമയം കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ വളരെയധികം നന്ദി അറിയിക്കട്ടെ. പിന്നെ എൻ്റെ ചെറിയ തോട്ട്സുകളും ലൈഫ് എക്സ്പീരിയൻസുകളുമായി വീണ്ടും കാണുന്നവരെ